ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, സംസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലനായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാർ, എംപിമാർ, MLAമാർ, ജനപ്രതിനിധികൾ, കർഷക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആദ്യമായി ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ വർഷം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും എല്ലാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. നമുക്ക് അന്നം തരുന്ന, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന കർഷകരോടുള്ള നമ്മുടെ നാടിൻ്റെ ആദരം, ആ കാർഷിക വൃത്തിയോടുള്ള ഈ നാടിൻ്റെ ബഹുമാനം, അത് അവർക്കായി പ്രകടിപ്പിക്കുന്ന മനോഹരമായ സുദിനം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിൻ്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. പണ്ട് കർഷകർ ക്ലോക്കില്ലാത്ത കാലത്ത്, സമയത്തിൻ്റെ കലണ്ടർ ഇല്ലാതിരുന്ന കാലത്ത് അവരാകാശത്തേക്ക് നോക്കി, നിഴല് നോക്കി, സൂര്യപ്രകാശം നോക്കി കാലാവസ്ഥയെ ഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ വാക്കിനപ്പുറം, അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു മഴയും പെയ്യില്ല, ഒരു വെയിലും വരില്ല. അതിൻ്റെ മുന്നറിയിപ്പ് അവർക്കറിയാമായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. കാലാവസ്ഥ മാറ്റം ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരകളാണ് കർഷകർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ ഇരകളാണ്. കാരണം ആ കാർഷിക കലണ്ടർ, അവരുടെ മനസ്സിലുള്ള ധാരണകളൊന്നും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഓരോ പ്രളയമുണ്ടാകുമ്പോഴും, ഓരോ വരൾച്ചയുണ്ടാകുമ്പോഴും അതിലെ ഏറ്റവും വലിയ ഇരകൾ പാവപ്പെട്ട കർഷകരാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക. നമുക്കറിയാം, നെൽകൃഷി പോലും താളം തെറ്റിയിരിക്കുകയാണ്. നെൽ കർഷകർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നെൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. സർക്കാർ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്ന് കർഷകരാണ്, നെൽ കർഷകരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ പണം അനുവദിച്ചു. കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചകൾ നടത്തി, വ്യാപകമായ തരത്തിൽ ചർച്ചകൾ നടത്തി, അതിനൊരു പദ്ധതി, എല്ലാ പ്രാവശ്യവും അവർക്ക് നെല്ല് അളന്നു കൊടുത്താൽ ആ നെല്ലിന്റെ വില കിട്ടുന്ന ഒരു സംവിധാനം തീർച്ചയായും ഇനി ഉണ്ടാക്കും. രണ്ടാമത്, റബ്ബർ കർഷകർക്ക് 200 രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ വില 250 രൂപയാക്കി ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. 300 രൂപയാക്കും, സംശയമൊന്നും വേണ്ട. ഒന്ന് ഇരിക്കുന്നതല്ല, നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കിയെങ്കിൽ 250 രൂപയിൽ നിന്ന് റബ്ബറിന്റെ വില 300 രൂപയാക്കാൻ ഉള്ള തീരുമാനവും സർക്കാർ നടപ്പാക്കും. കർഷകരെ കാർഷിക വൃത്തിയിൽ നിന്ന് പോകില്ല. അതുപോലെ പച്ചക്കറിയുടെ കാര്യത്തിൽ അതിനാവശ്യമായ പിന്തുണ കൊടുക്കാൻ, അതിന്റെ സംഭരണം കൃത്യമായി നടപ്പാക്കാൻ, ന്യായമായ വില കൊടുക്കാൻ ഒക്കെയുള്ള പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കർഷകർ അവരുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ സഹായം ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് കൃഷി ഇറക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ, നമുക്കറിയാം, പ്രളയം വന്നപ്പോൾ കൃഷിനാശമുണ്ടായാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുത്തിരുന്നത്. ഈ ഗവൺമെന്റ് ഈ പ്രളയമുണ്ടായപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ടാ. കുറച്ചുകൂടി കൊടുക്കണമെന്നുണ്ട്, കൂടുതൽ, ഇപ്പോഴത്തെ സ്ഥിതി കൊണ്ടാണ്. എങ്കിലും 25% അവർക്ക് കൂടുതലായി കൊടുത്തു. ഈ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം
ഈ 2-2.5 മാസങ്ങൾക്കുള്ളിൽ കൊണ്ട് ഗവൺമെന്റ് എടുത്തതാ. അത് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് കർഷകർ ഈ സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, അവർ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, വന്യജീവി ആക്രമണങ്ങളിലെല്ലാം വല്ലാതിരിക്കുകയാണ്, അവർ പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, മലയോരങ്ങളിൽ അവർക്ക് കൃഷി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും പന്നി നശിപ്പിക്കുകയാണ്, ആന കയറുകയാണ്, വാഴ വയ്ക്കാൻ പറ്റുന്നില്ല, പ്ലാവ് വയ്ക്കാൻ പറ്റുന്നില്ല. തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിലാകുമ്പോൾ കുരങ്ങൻ നാളികേരം ഇട്ടുകൊണ്ട് പോവുകയാണ്. പശുവിനെ വളർത്തി അതിനെ കറന്നാണ് കർഷകർ ഇപ്പോൾ പല സ്ഥലത്തും ജീവിക്കുന്നത്. വന്യജീവി ആക്രമണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടി ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തുള്ള കർഷക ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ ഫലപ്രദമാക്കി പ്രാചീനമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും ഫലപ്രദമായ സംവിധാനം അവർക്കുണ്ടാകും. കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് സംഭരണ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് സമയങ്ങളിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡൽ, വലിയ സംഭരണ ശേഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഭൂമി സംബന്ധമായ ധാരാളം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് കാലം മാറി. ആവശ്യമായ ഭേദഗതികൾ ഭൂനിയമങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഗവൺമെന്റ് അതിനുശേഷവും പ്രഖ്യാപിച്ചു. കേരളത്തിലെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ആ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുമ്പോൾ പാവപ്പെട്ട ലയത്തിലുള്ള പാവപ്പെട്ടവർ പട്ടിണിയിലാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് അടുത്ത ജനറേഷൻ പിന്മാറുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ്, ഒരു സംശയവും വേണ്ട. ഭൂപരിഷ്കരണം 2ാം ഘട്ടം ആരംഭിക്കുക. ആ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തും. അവിടെ കണ്ടീഷനിലായി അവിടെ ടൂറിസം കൂടുതൽ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. ടൂറിസം തുടങ്ങുമ്പോൾ അവിടുത്തെ കാർഷിക വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ, അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കാത്ത തരത്തിൽ അവിടെ ടൂറിസത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം, തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങി നിരവധി ഫ്രൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് കേരളത്തിൻ്റെത്. അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്പം മൾട്ടി ക്രോപ്സ് ഈ പ്ലാന്റേഷനുകളിൽ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ പോയാ. അതോടൊപ്പം ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ക്രോപ്പെല്ലാം വാല്യൂ അഡീഷൻ നടത്തി ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് കയറ്റുമതി ചെയ്യണം. ഈ വാല്യൂ അഡീഷൻ, കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം വാല്യൂ അഡീഷൻ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി, അങ്ങനെ ആക്കിയാൽ അതിന് കേരള ബ്രാൻഡ് കൊടുക്കാൻ പോയാൽ, കേരള ബ്രാൻഡ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ്. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പരിപാടികൾ ആരംഭിക്കുകയാണ്. സംരംഭം തുടങ്ങിയ കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാവാൻ പോവുകയാണ് ആ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളായാലും മറ്റുൽപ്പന്നങ്ങളായാലും ഒളിയോർസൻസ് ആയാലും അതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിന്റെ പകുതി ചെലവിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെയ്യുന്നതിന്റെ 1/3 സമയത്ത് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പൊ ഇനി കേരള ഉൽപ്പന്നങ്ങൾക്ക് കേരള സർക്കാർ കേരള ബ്രാൻഡ് കൂടി കൊടുത്തുകൊണ്ട് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു,
കർഷകരെ മറക്കില്ല ഈ ഗവൺമെന്റ്. കർഷകരെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്ത് അവർ ഈ നാടിന്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കർഷക ബന്ധുവായി ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും എന്ന വാക്ക് ഈ പുതുവർഷത്തിൽ നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നന്നായി പഠിച്ചെടുത്ത് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കർഷക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഇവിടെ അവാർഡ് ജേതാക്കളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിലെനിക്കൊരു വലിയ സന്തോഷം, ശ്രീ ചെറുവയൽ രാമൻ കൂടി ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹം നമ്മുടെ വിത്തുകളെല്ലാം സംരക്ഷിച്ച ആളാണ്. നിസ്സാരമായ നടപടിയല്ല അദ്ദേഹം എടുത്തത്. ഞാൻ പക്ഷെ അദ്ദേഹത്തിന് ഞാൻ 15 വർഷം മുമ്പ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള പ്രഥമ അവാർഡ് അദ്ദേഹത്തിന് നൽകിയാണ്. ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കർഷക അവാർഡ് കിട്ടിയ എല്ലാവരെയും, ആദിത്യനടക്കം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.